ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വലിയൊരു ബുൾ റാലിക്ക് ശേഷം ഇന്ന് മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ പറ്റി. മാർക്കറ്റ് അതിനനുസരിച്ച് ചെറിയൊരു വീഴ്ചയുണ്ടായി. പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമല്ല, ഇന്ന് വൈകുന്നേരം യുഎസിൻ്റെ CPI ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. അതും ഇന്നത്തെ മാർക്കറ്റ് ഒരു കോഷ്യസ് ആവാനുള്ള ഒരു കാരണമാണ്. സെൻസെക്സ് 1252 പോയിന്റ്, ഏകദേശം 1.55% താഴ്ന്ന് 81,148 നിഫ്റ്റി 346 പോയിന്റ്, ഏകദേശം 1.39% വീണ് 24,578 ക്ലോസ് ചെയ്തത്. IT, ഓട്ടോ, FMCG സ്റ്റോക്കുകളായിരുന്നു ഇന്നത്തെ സെക്ടർ വൈസ് നോക്കുമ്പോൾ ഏറ്റവും വലിയ ലോസേഴ്സ്. ഫാർമ സെക്ടറും ഡിഫൻസ് സെക്ടറും അത്യാവശ്യം നല്ല രീതിയിൽ പോസിറ്റീവായിരുന്നു. പ്രത്യേകിച്ചും ഡിഫൻസ് സെക്ടർ, നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ഇന്ന് ഡിഫൻസിൽ മേക്കിംഗ് ഇന്ത്യക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഇതൊക്കെ കാരണം ഡിഫൻസ് സ്റ്റോക്കുകൾ ഇന്ന് നല്ല രീതിയിൽ മൂവ് ചെയ്തിരുന്നു. ഇനി NSEയിലെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിലും 1948 സ്റ്റോക്കുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ 937 സ്റ്റോക്കുകൾ മാത്രമാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത്. ഇനി നമുക്ക് നാളെ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. നാളെ 14-ാം തീയതി ബുധനാഴ്ച റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഏഷ്യർ മോട്ടോഴ്സ്, ടാറ്റ പവർ, ശ്രീ സിമൻസ്, ലൂപ്പിൻ, അപ്പോളോ ടയേഴ്സ്, ജൂബിലന്റ് ഫുഡ് വർക്ക്സ് തുടങ്ങിയ കമ്പനികളാണ്. ഈ ആഴ്ചത്തെ റിസൾട്ട് വരുന്ന കമ്പനികളുടെ മൊത്തം ലിസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മറ്റു അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മറന്നുപോയ ചെറിയൊരു കാര്യം ഓർമ്മിപ്പിച്ച ശേഷം മുമ്പോട്ട് പോകാം. നിങ്ങൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങളത് സഹായിക്കും. അതുകൂടാതെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മതി. ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് ഷിപ്പിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടതാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ത്യയിലെ ഷിപ്പ് റിപ്പയറും ഓഫ്-ഷോർ ഫാബ്രിക്കേഷൻ കാപ്പബിലിറ്റീസും എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഡ്രൈഡോക്സ് വേൾഡുമായിട്ട് ഒരു കൊളാബറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു ജോയിൻ്റ് ഓപ്പറേഷൻ്റെ തുടക്കം എന്ന നിലയിൽ കൊച്ചിയിൽ തന്നെ ISRFൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ ജോയിൻ്റ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് അത് ഇന്ത്യ മൊത്തമായിട്ട് വ്യാപിപ്പിക്കും. കമ്പനിയുടെ റിസൾട്ടും ഇപ്പോൾ അടുത്ത് തന്നെ വരാനുണ്ട്. 15-ാം തീയതി അവരുടെ ബോർഡ് മീറ്റിംഗ് നടക്കുകയാണ്. അതിനുശേഷം റിസൾട്ട് പുറത്തിടും. അഥവാ ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ അതും അതിനുശേഷം പ്രഖ്യാപിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അദാനി പവറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അവർ ഉത്തർപ്രദേശുമായി 1500 മെഗാവാട്ടിൻ്റെ ഒരു പവർ സപ്ലൈ ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. 1500 മെഗാവാട്ടിൻ്റെ തെർമൽ പവർ അടുത്ത 25 വർഷത്തേക്ക് നൽകാനുള്ള ഒരു കരാറാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ താരിഫ് വരുന്നത് യൂണിറ്റിന് 5.383 റുപ്പീസാണ്. ഇതിൽ പ്ലാന്റ് നിർമ്മിക്കുന്നത് ഡിസൈൻ, ബിൽഡ്, ഫിനാൻസ്, ഓൺ ആൻഡ് ഓപ്പറേറ്റ്, അതായത് DBFOO മോഡലിലാണ്. ഈ ഒരു പ്ലാന്റിനും അതുമായി ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറിനുമായിട്ട് ഏകദേശം $2 ബില്യൺ അവർ ഇൻവെസ്റ്റ് ചെയ്യും. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അദാനി പവറിന് ലഭിക്കുന്ന രണ്ടാമത്തെ വലിയ പവർ സപ്ലൈ അഗ്രിമെൻ്റാണിത്. കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബറിൽ അവർക്ക് മഹാരാഷ്ട്രയിൽ നിന്നും ഇതുപോലുള്ള ഒരു അഗ്രിമെൻറ്റ് ലഭിച്ചിരുന്നു. 6600 മെഗാവാട്ടിനുള്ള ഒരു ഓർഡർ ആയിരുന്നു അത്. അതിൽ 1600 മെഗാവാട്ട് തെർമൽ പവർ ആയിരുന്നു. 5000 മെഗാവാട്ട് സോളാർ എനർജിയുടെ കരാറായിരുന്നു. അടുത്തത് ടാറ്റ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അവർ അവരുടെ ഹൊസൂർ പ്ലാന്റിൽ ഐഫോണിൻ്റെ കേസിങ്ങിനുള്ള ഔട്ട്പുട്ട് ഏകദേശം ഡബിൾ ആക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിലുള്ള ഈ ഒരു ഹൊസൂർ പ്ലാന്റിൽ ഇപ്പോൾ ഏകദേശം 50,000 ഐഫോൺ കേസിങ്ങിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണുള്ളത്. അത് ഏകദേശം 1,00,000 ഉയർത്താനാണ് അവർ പ്ലാൻ ചെയ്യുന്നുള്ളത്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ആപ്പിൾ US-ലേക്കുള്ള ഐഫോൺ ഡിമാൻഡിൻ്റെ വലിയൊരു ശതമാനം സോഴ്സ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നായിരിക്കും എന്നുള്ളത്. ടാറ്റ ഐഫോൺ മാനുഫാക്ചറിങ് എക്കോസിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുന്നത് 2024 വിസ്റ്റേണിൻ്റെ ഇന്ത്യ യൂണിറ്റ് അക്വയർ ചെയ്തോടെയാണ്. പിന്നീട് 2025 അവർ പെഗാട്രോൺ ടെക്നോളജി ഇന്ത്യയുടെ 60% സ്റ്റേക്കും അക്വയർ ചെയ്തിരുന്നു. റീസെൻ്റായിട്ട് ഇപ്പോൾ ആപ്പിൾ ചൈനയിലുള്ള ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ വേണ്ടി മറ്റു രാജ്യങ്ങൾ അവരുടെ പ്രൊഡക്ഷൻ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അതിനവർ പ്രധാനമായിട്ട് കാണുന്നത് ഇന്ത്യ, വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളെയാണ്. മെയിനായിട്ടും ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐഫോണും അതുമായി ബന്ധപ്പെട്ട കമ്പോണൻസും ആണ്. മറ്റ് ഐപാഡ്സും മാക്ക് മറ്റു ഡിവൈസസ് എല്ലാം ഇന്ത്യക്ക് പുറത്താണ്, വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിലാണ് കറൻ്റ്ലി മാനുഫാക്ചറിങ് അസംബ്ലിങ് ചെയ്യുന്നത്. ആപ്പിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനുഫാക്ചറർ ആയിട്ടുള്ള ഫോക്സ്കോണും ഇന്ത്യയിൽ പ്ലാന്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്. പുതിയ പ്ലാന്റ് അവരുടെ ബാംഗ്ലൂരിൽ വരുന്നുണ്ട്. അതുകൂടാതെ അവർ ഹൈദരാബാദിൽ റീസെൻ്റായിട്ട് എയർപോർട്ട്സിനുള്ള ഫെസിലിറ്റി ഓപ്പൺ ചെയ്തിരുന്നു. അങ്ങനെ ആപ്പിളുമായി ബന്ധപ്പെട്ട പല പ്രൊഡക്റ്റുകളുടെയും പ്രൊഡക്ഷൻ ഇന്ത്യയിലേക്ക് വലിയ രീതിയിൽ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകൾ പറഞ്ഞാണ് പലപ്പോഴായിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അടുത്തത് ക്വിക്ക് കോമേഴ്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. സെപ്റ്റോയിൽ മോത്തിലാൽ ഒസ്വാളിൻ്റെ കോഫൗണ്ടേഴ്സ് ഏകദേശം $100 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഓണർഷിപ്പ് സെപ്റ്റോയിൽ കുറക്കാമെന്നുള്ള ഉദ്ദേശത്തോടെ കൂടിയാണ് ഈ ഒരു ബൈങ് നടത്തുന്നുള്ളത്. സെപ്റ്റോയുടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് ഇവർ ഈ ഷെയർസ് വാങ്ങുന്നുള്ളത്.
സെപ്റ്റോ 250 മില്യൻ്റെ ഒരു സെക്കൻഡറി ഫണ്ടിങ് റൗണ്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലും മെയിനായിട്ട് അവർ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നുള്ളത്. ഈ ഒരു ഫണ്ടിങ് റൗണ്ടിൽ എഡൽവൈസ്, കീറോ ഫിൻകോപ്പ് തുടങ്ങിയ കമ്പനികൾ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അവർക്ക് ഇന്ത്യൻ ഓണർഷിപ്പ് കൂട്ടേണ്ടത് അത്യാവശ്യമാണ്, കാരണം അവർ ഭാവിയിൽ IPO പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് അവർ ഈ മാറ്റങ്ങൾ വരുത്തുന്നത് അവരുടെ ഓണർഷിപ്പിൽ. എന്തായാലും ക്വിക്ക് കോമേഴ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോകളിൽ പല അപ്ഡേറ്റുകളും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡ് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ താഴെ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ട്രാക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ക്വിക്ക് കോമേഴ്സിനെ കുറിച്ചുള്ള. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകൾ നോക്കാം. ആദ്യം നോക്കാവുന്നത് എയ്തർ എനർജിയുടെയാണ്. ഒരു റീസെൻ്റായിട്ട് IPO വന്ന കമ്പനിയാണ്. അവരുടെ ലോസ് ഏകദേശം 18% കുറഞ്ഞ് 244.4 കോടി ആയിട്ടുണ്ട്. റവന്യൂ 29.5% വർദ്ധിച്ച് 676.1 കോടി ആയിട്ടുണ്ട്. സെയിൽസ് ഇയർ ഓൺ ഇയർ 35% വർധനവുണ്ട്. 47,411 സ്കൂട്ടേഴ്സ് അവർ സെൽ ചെയ്തിട്ടുണ്ട്. ഗ്രോസ് മാർജിൻ ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്, 18% ആയിട്ടുണ്ട്. എബിറ്റ ലോസും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ സെയിൽസിൻ്റെ 57% വരുന്നത് റിസ്ഡ എന്നുള്ള മോഡലാണ്. ഇനി നമ്മൾ നോക്കാൻ വന്നത് ടാറ്റ സ്റ്റീലിൻ്റെ റിസൾട്ടാണ്. അവരുടെ Q4 പ്രോഫിറ്റ് 113% ഇയർ ഓൺ ഇയർ വർദ്ധിച്ച് 1,301 കോടി ആയിട്ടുണ്ട്. റവന്യൂ 4.2% ഇയർ ഓൺ ഇയർ കുറവുണ്ടായിട്ടുണ്ട്, 56,218 കോടി ആയിട്ടുണ്ട്. കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഷെയറിന് മുകളിൽ 3 രൂപ 60 പൈസയാണ്. അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് വരുന്നത് ജൂൺ 6 കമ്പനിയുടെ പ്രോഫിറ്റ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 3 ഇരട്ടിയോളം വർദ്ധിച്ചിട്ടുണ്ട്, 298% വർദ്ധിച്ചിട്ടുണ്ട്. റവന്യൂ 5% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കുറവുണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.